ഒരിടത്തൊരു കാട്ടിൽ മിട്ടു എന്നു പേരുള്ള ഒരു മുയൽ താമസിച്ചിരുന്നു. ആ വനത്തിൽ തനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് എന്ന് മിട്ടുമുയൽ എപ്പോഴും അഭിമാനത്തോടെ പറയുമായിരുന്നു. മറ്റു മുയലുകളെ കൂടാതെ മാനും കരടിയും കുരങ്ങനും ആനയും ആടും മയിലും അങ്ങനെ ഒട്ടുമിക്ക മൃഗങ്ങളും അവന്റെ ചെങ്ങാതിമാരായിരുന്നു. ഇത്രയധികം കൂട്ടുകാരുള്ള താൻ വലിയ ഭാഗ്യവാനാണ് എന്ന് തന്നെ മിട്ടുമുയൽ കരുതി. എണ്ണത്തിലല്ല, ഗുണത്തിലാണ് കാര്യം എന്ന് അവന്റെ കൂട്ടുകാരനായ ടുട്ടു അവനെ എന്നും ഓർമ്മിപ്പിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കുറെ വേട്ടപ്പട്ടികളെത്തി. വേട്ടപ്പട്ടികൾ മിട്ടുമുയലിനെ കണ്ടതും അവന് നേരെ കുതിച്ചെത്തി. പാവം മിട്ടു, അവൻ ശരിക്കും ഭയന്നുപോയി. അവൻ നേരെ തന്റെ കൂട്ടുകാരനായ മാനിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ചങ്ങാതി, കുറേ വേട്ടപ്പട്ടികൾ എന്റെ പിന്നാലെയുണ്ട്. നിനക്ക് നിന്റെ വലിയ കൊമ്പുകൾ കൊണ്ട് അവരെ വിരട്ടി ഓടിക്കാൻ കഴിയില്ലേ? എന്നെ അവരിൽ നിന്ന് രക്ഷിക്കാൻ നിനക്കേ കഴിയൂ, മിട്ടു പറഞ്ഞു. അത് ശരിയാണ്, എന്റെ കൊമ്പുകൾ കൊണ്ട് എനിക്കവരെ തുരത്താൻ കഴിയും. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്. നീ നമ്മുടെ കരടിച്ചേട്ടനോട് പറഞ്ഞു നോക്കൂ, മാൻ പറഞ്ഞു. മിട്ടു വേഗം കരടിച്ചേട്ടിന്റെ അടുത്തേ കൂടി. കരടിച്ചേട്ടാ, എന്നെ രക്ഷിക്കൂ. കുറേ വേട്ടപ്പട്ടികൾ എന്നെ പിടിക്കാൻ വരുന്നുണ്ട്. അവരെ ചേട്ടന് മാത്രമേ പേടിപ്പിച്ചോടിക്കാൻ പറ്റൂ. എനിക്ക് അപ്പുറത്തെ കാട്ടിൽ നിന്നും തേനടിക്കാൻ പോകണം. തീരെ സമയമില്ല. നീ നമ്മുടെ ആനയോട് പറയൂ. അവൻ വലിയ കരുത്തനാണല്ലോ, മാത്രമല്ല നിന്റെ സുഹൃത്തുമല്ലേ. കരടി ഒഴിഞ്ഞു മാറി. പാവം മിട്ടു. അവൻ ആനച്ചേട്ടന്റെ അടുത്തെത്തി സഹായം തേടി. ആന ഒരു കരിമ്പിൻ തോട്ടത്തിനടുത്തായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഈ കരിമ്പ് പെട്ടെന്ന് തിന്നില്ലെങ്കിൽ ഇപ്പോൾ കാവൽക്കാർ വരും. പിന്നെ ഒന്നും കിട്ടില്ല. നീ വേറെ ആരെങ്കിലും കണ്ട് സഹായം ചോദിക്കൂ, ആനച്ചേട്ടൻ പറഞ്ഞു. പിന്നീട് മിട്ടു കുരങ്ങന്റെയും മയിലിന്റെയും ആടിന്റെയും മറ്റും അടുത്തെത്തി സഹായം തേടി. പക്ഷെ അവരെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറി. വേട്ടപ്പട്ടികൾ ഇതിനിടയിൽ മിട്ടുവിന്റെ അടുത്തെട്ടാറായിരുന്നു. അവൻ പേടിയോട് മുന്നോട്ടോടി. പെട്ടെന്ന് ചെടികൾക്കിടയിൽ നിന്ന് ആരോ അവനെ പിടിച്ചു വലിച്ചു. പിന്നോട്ട് വീണ മിട്ടു ഒരു ചെറിയ മാളത്തിലാണ് ചെന്ന് വീണത്. അതിനുള്ളിൽ അവന്റെ കൂട്ടുകാരനായ ടുട്ടുമുയൽ ഉണ്ടായിരുന്നു. പേടിച്ചു വിറയ്ക്കുന്ന മിട്ടുവിനെ നോക്കി ടുട്ടു പറഞ്ഞു, ഇനി പേടിക്കണ്ട, നിന്നെ അവർക്കിനി പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, കുറേ ചങ്ങാതിമാരുണ്ടായിട്ട് കാര്യമില്ല, ആപത്തിൽ സഹായിക്കുന്ന നല്ല ചങ്ങാതിമാരെയാണ് വേണ്ടതെന്ന്. മിട്ടുമുയലിന്റെ കാര്യം എപ്പോഴേ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ദൂരെ ഓടിമറയുന്ന വേട്ടപ്പട്ടികളെ നോക്കി ആശ്വാസത്തോടെ അവൻ അതേയെന്ന് തലയാട്ടി. ഹലോ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ആപത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ ചങ്ങാതി.